ഞാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ വിലയേറിയ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് കടന്നു വന്നിരിക്കാവുന്നതാണ്. ദൈവനാമത്തിൽ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഗാന ശുശ്രൂഷ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മണ്ണൂരിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ബിജു സോദരൻ പ്രാർത്ഥിച്ച് ഗാന ശുശ്രൂഷ ആരംഭിക്കാം. ഈ യോഗ എല്ലാ അർത്ഥത്തിലും തിരുനാമം മഹത്വപ്പെടേണ്ടതിന്, ദൈവനാമം ഉയർത്തപ്പെടേണ്ടതിന്, സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടതിന്, അനേകർ നിത്യജീവൻ അവകാശികളായി തീരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഏവർക്കും ദൈവസന്നിധിയിലായിരിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിനായിട്ട് തിരുമേനിക്കുന്നതോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ വേളയിൽ കർത്താവിൻ്റെ ദാസൻ പാർക്കുന്നതായി ഭവനത്തിൽ അവിടുന്ന് തന്നെ ആഗ്രഹിച്ചതുപോലെ ഒരു യോഗം ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അനുവദിച്ചതോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു. ദേശവാസികളായിട്ടുള്ള ആളുകളും കടന്നു വരേണ്ടതായിട്ടുണ്ട്. കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവരെയും കർത്താവെ അവിടുത്തെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു. വചനം സംസാരിക്കുന്ന തൻ്റെ ദാസനെ അവിടുത്തെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങൾ കേൾക്കുവാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് കൂടി വന്നിരിക്കുകയാണ്. സമൃദ്ധമായ നിലയിൽ കർത്താവെ ആത്മീയ അന്തരീക്ഷം കർത്താവെ ഉണ്ടാകുവാനും അവിടുത്തെ വചനം കർത്താവെ കേട്ട് ഞങ്ങളെ തന്നെ വഞ്ചിക്കുന്നവരായി തീരാൻ ഇടയാകാതെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ഗാനങ്ങൾ പാടുവാൻ മറ്റ് എല്ലാ ശുശ്രൂഷകളെയും അവിടുത്തെ പരമേൽപ്പിക്കുന്നു. അതുപോലെ കർത്താവെ അവിടുന്ന് അനുവദിച്ചതായിരിക്കുന്ന എല്ലാ സാവകാശത്തിനായിട്ടൊക്കെ നന്ദിയുടെ സ്തോത്രം. തുടർന്നുള്ളതായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും അവിടുത്തെ പരമേൽപ്പിക്കുന്നു. മഹത്വമെല്ലാം അവിടുന്ന് എടുക്കണമേ. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പാപക്കടം തീർക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം എന്ന ഗാനം നമുക്ക് വളരെ പരിചയമുള്ള പാട്ടാണ്. വളരെ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് ഗാനത്തിൻ്റെ മലയാള വിവർത്തനം നടത്തിയത് വി നാഗൽ എന്ന നമ്മുടെ നാട്ടിലേക്ക് ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന ഒരു ജർമ്മൻ മിഷണറിയാണ്. ബാസൽ മിഷനോടുള്ള തൻ്റെ ബന്ധം അവസാനിപ്പിച്ച് വിശ്വാസത്താൽ ജീവിക്കണം എന്ന തീരുമാനത്തോടെ ഒരു കാളവണ്ടിയിൽ കുന്നംകുളത്തേക്ക് യാത്ര പുറപ്പെട്ട നാഗലിൻ്റെ ചരിത്രം കേരളത്തിലെ വിശ്വാസ വഴിയിലെ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു. നമ്മുടെ അടുത്ത പ്രദേശമായ വടക്കൻ പറവൂരിലും ആ ദേവദാസൻ ഒരു കാലഘട്ടം പ്രവർത്തിക്കാനിടയായി. രാജഭരണത്തിൻ്റെ കാലഘട്ടമാണ്. അന്ന് ഒരു ജയിൽ പുള്ളിയോട് സുവിശേഷം അറിയിക്കുവാൻ നാഗൽ സാഹിബിന് ഒരു സാവകാശമുണ്ടായി. ആ ജയിൽ പുള്ളി ക്രിസ്തുവിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ കോടതി നടപടികൾ പുരോഗമിച്ചു. ഈ മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ ഉള്ള ദിവസവും അടുത്തു വന്നു. ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അതിനു മുൻപും ആ ദിവസവും സായിപ്പ്, ആ മിഷണറി ഈ മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്നു. അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. എന്നിട്ട് ഇദ്ദേഹം തൂക്കുമരത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ വധശിക്ഷയ്ക്ക് വിധേയനാകുന്നതിന് മുൻപ് ഈ മനുഷ്യൻ ചില നിമിഷങ്ങൾ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ട്
അവിടെ വെച്ച് ഈ ഗാനം ആലപിച്ചുവെന്നാണ് നാം പുസ്തകങ്ങളിൽ വായിക്കുന്നത്. ആ വരികൾ ഇങ്ങനെയാണ്: പാപക്കടം തീർക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം, പാപബന്ധം അഴിപ്പാൻ യേശുവിൻ്റെ രക്തം മാത്രം. ആ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. പാപക്കടം തീർക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം, പാപബന്ധമഴിപ്പാൻ യേശുവിൻ്റെ രക്തം മാത്രം. ഹാ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. ഹാ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. വീണ്ടെടുപ്പിൻ വിലയായി യേശുവിൻ്റെ രക്തം മാത്രം, പുണ്യമില്ല പാപിക്കായി യേശുവിൻ്റെ രക്തം മാത്രം. ഹാ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. ഹാ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. ദൈവത്തോടു നിരപ്പു യേശുവിൻ്റെ രക്തം മാത്രം, വേറെയില്ല യോജിപ്പു യേശുവിൻ്റെ രക്തം മാത്രം. ഹാ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. ഹാ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. സാത്താനെ ജയിക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രം, തീയമ്പിനെ കെടുത്താൻ യേശുവിൻ്റെ രക്തം മാത്രം. ഹാ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. ഹാ യേശു ക്രിസ്തുവേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. പുത്രത്വത്തിനാധാരം യേശുവിൻ്റെ രക്തം മാത്രം, ശുദ്ധാത്മാവിൻ പ്രാകാരം യേശുവിൻ്റെ രക്തം മാത്രം.
യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. ആത്മജീവപാനീയം യേശുവിൻ്റെ രക്തം മാത്രം. സ്വർഗഭാഗ്യ നിശ്ചയം യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. എന്തു ഞാൻ പ്രശംസിക്കും യേശുവിൻ്റെ രക്തം മാത്രം. ഇങ്ങും സ്വർഗത്തോളവും യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. എൻ്റെ പ്രിയ യേശുവേ രക്തമണവാളനെ, രക്ഷിച്ചതും ഈ എന്നെ നിന്റെ തിരുരക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിന്റെ തിരുരക്തം മാത്രം. ഇസ്രായേലിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ വിടുതലിൻ്റെ രാത്രി ആ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാമോചനത്തിൻ്റെ രാത്രിയായിരുന്നു. അടിമകളായി ഫറവോൻ്റെ എല്ലാ ക്രൂരതകളും അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിന് അറുതി വന്ന രാത്രിയാണ്. അവിടെ സംഹാരദൂതൻ മിസ്രയീമിലെ ഓരോ വീടുതോറും സഞ്ചരിച്ച് ആദിജാതന്മാരെ സംഹരിച്ചു വരുമ്പോൾ ഇസ്രായേലിൻ്റെ വീടുകൾ രക്ഷപ്പെട്ടതിൻ്റെ ഏക കാരണം അവിടെ പെസഹ കുഞ്ഞാടിൻ്റെ ചോര അവിടെ പറഞ്ഞ പോലെ അവിടെ തളിച്ചിരുന്നു എന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമുക്ക് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷ നേടുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചവരാണ്. അതിൻ്റെ കാരണം യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ടു എന്നതുകൊണ്ടാണ്.
സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ നീളത്തിൽ, കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട രക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട രക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവിലൻ ദൈവമെനിക്കധിപതിയെ, മരുവിലൻ ദൈവമെനിക്കധിപതിയെ. തരുമവൻ പുതുമന്നയതു മതിയേ, തരുമവൻ പുതുമന്നയതു മതിയേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറയെ മധുരമാക്കി തീർക്കുമവൻ, മാറയെ മധുരമാക്കി തീർക്കുമവൻ. പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ, പാറയെ പിളർന്നു ദാഹം പോക്കുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ. അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ. കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ്റെ ബലവും എൻ്റെ സംഗീതവും, എൻ്റെ ബലവും എൻ്റെ സംഗീതവും. എൻ്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ, എൻ്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. തൊള്ളായിരത്തി 97 പാട്ട് പാടാം. സ്വർഗനാട്ടിലൻ പ്രിയം തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ പാട്ടാണ്. കൈയടിച്ച് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം.
സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. ഇന്നു മന്നിതിൽ സിയോൻ യാത്രയിൽ എന്നും ഖിന്നത മാത്രം. ഇന്നു മന്നിതിൽ സിയോൻ യാത്രയിൽ എന്നും ഖിന്നത മാത്രം. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നേ തീരുവേദനകൾ. എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നേ തീരുവേദനകൾ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. മരുഭൂമിയിൽ തളരാതെ ഞാൻ മരുവുന്നു നിൻ കൃപയാൽ. ഒരു നാളും പിരിയാതെ കരുതുന്നു കൺമണി പോ. ഒരു നാളും നീ പിരിയാതെ കരുതുന്നു കൺമണി പോ. നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യുമന്ത്യം വരെ. നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യുമന്ത്യം വരെ. അല്ല തീർന്നു നിൻ സവിധേ വരാതില്ല പാരിൽ വിശ്രമവും. അല്ല തീർന്നു നിൻ സവിധേ വരാതില്ല പാരിൽ വിശ്രമം. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേൻ യേശുവേ വരണേ. ആശയേറുന്നേ നിന്നെ കാണുവാൻ ആമേൻ യേശുവേ വരണേ. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ മനം കാത്തു പാർത്തിടുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ അയൽവാസികളായും മറ്റു സ്ഥലങ്ങളിൽ നിന്നും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരോടുമുള്ള സ്നേഹവും സ്വാഗതവും പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. സുവിശേഷത്തിനൊരു സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇങ്ങനൊരു അവസരം കൂടെ തന്നു എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നാണ് ഈ സ്വാതന്ത്ര്യം, സാവകാശങ്ങൾ നഷ്ടപ്പെടുക എന്നറിയില്ല. കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പേ സുവിശേഷത്താൽ സകല മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയെ സ്വീകരിക്കാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിനൊരു മാനസാന്തരത്തിന്, പിന്നെ ഒരു നിത്യജീവന് അവകാശം പ്രാപിക്കാൻ കഴിയാതെ വണ്ണം എന്നേക്കുമായി നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും. നമ്മുടെ സമയം യാതൊരു നിശ്ചയവുമില്ല. എപ്പോൾ വേണമെങ്കിലും
ഈ ലോകം വഴിയായി നാം ഓരോരുത്തരും മാറ്റപ്പെടാം. അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷത ഇപ്പോൾ സംഭവിക്കുവാൻ യാതൊരു തടസ്സവുമില്ല. എല്ലാ ചരിത്ര സംഭവങ്ങളും പ്രവചനങ്ങളും കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നിവൃത്തിയായി കഴിഞ്ഞു. കർത്താവ് ഏത് നിമിഷവും കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നീടൊരു അവസരം ഇല്ലാതെ വണ്ണം എന്നേക്കുമായി കൈവിടപ്പെടുവാൻ ഇടയായിത്തീരും. ധന്യനായ പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണല്ലോ, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും. സുവിശേഷം കേൾക്കുവാൻ ധാരാളം അവസരങ്ങളുണ്ട്. അത് തക്കത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ, ആ കേൾക്കുന്ന സുവിശേഷത്തോട് അനുസരണം കാണിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ചെറിയ ആയുസ്സിൽ ഇത്ര വലിയ രക്ഷയെ സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ സന്ദേശങ്ങൾ മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് മാത്രമാണ് ഇങ്ങനൊരു യോഗം ക്രമീകരിക്കാനുള്ള ഏക ലക്ഷ്യം. ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ സുവിശേഷത്തിന്റെ സാക്ഷികളായി തീരണം എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഈ ദേശത്തേക്ക് വന്ന് ഇവിടെ പാർക്കുവാൻ, സുവിശേഷത്തിനൊരു സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് സഭയായി നൽകുന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ വി പി പൗലോസ് സഹോദരനാണ് നമുക്ക് ആവശ്യമായ വചനം നൽകുന്നത്. അതുകൊണ്ട് മുൻവിധികൾ കൂടാതെ ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തുവാൻ, വിനയപ്പെടുത്തുവാൻ, അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന മനോഭാവത്തോടുകൂടെ അങ്ങ് ദൈവവചനത്തിലൂടെ എന്ത് കൽപ്പിച്ചാലും ഞാൻ അതനുസരിക്കാൻ ഒരുക്കമാണ് എന്നുള്ള തുറക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ, വിനയത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാരംഭമായി പ്രിയ അനിൽ സഹോദരനും അതേ തുടർന്ന് ഡോക്ടർ വി ജെ മാത്യു സഹോദരനും പ്രാർത്ഥിക്കും. അതിനുശേഷം ഒരു പാട്ട് കൂടെ പാടിയിട്ട് ദൈവവചനത്തിൻ്റെ മുമ്പാകെ നമുക്കായിരിക്കാം. വളരെ താഴ്മയോടെ ആയിരിക്കാം. ദൈവനാമം ഇതിനാലും മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സന്ധ്യായാമത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ സ്നേഹിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഒരു സമാഗമം അങ്ങ് തന്നതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. കർത്താവെ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് അടിയങ്ങളെ വിളിച്ച് വേർതിരിച്ച ദൈവം ഞങ്ങളെ കൊണ്ട് അതിശയങ്ങളായ വേലകൾ ചെയ്യിപ്പാൻ ശക്തനാകിയാൽ സ്തോത്രം. നീ കർത്താവെ കടരിപ്പിൻ്റെ ഈ പ്രദേശത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഇന്ന് സന്ധ്യായാമത്തെങ്കിൽ വിളിച്ചറിയിപ്പാൻ തക്കവണ്ണം ഈ വാത്സല്യ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഞങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. പിതാവെ, നീ ഞങ്ങളെ സ്നേഹിച്ച വിധങ്ങൾ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിങ്ങളെ വിടുവിപ്പാൻ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയും മാനവരാശിയുടെ പാപങ്ങൾ പുത്രന്റെ മേൽ ചുമത്തി കാൽവരിയിലെ കൊലക്കളത്തിൽ പുത്രനെ യാഗമാക്കുകയും ചെയ്ത ദൈവസ്നേഹത്തെ ഞങ്ങൾക്ക് ഓർക്കുവാനുണ്ട്. ഞങ്ങൾ നിത്യശിക്ഷയ്ക്ക് അർഹരായിരുന്നു. നിത്യനാശം എന്ന ശിക്ഷാവിധി ഞങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നു. പാപികളും ദോഷികളുമായി ഞങ്ങൾ, അതിക്രമത്തിലും പാപത്തിലും മരിച്ചു കിടന്ന ഞങ്ങൾ കർത്താവിൻ്റെ സനയിൽ അടുത്ത് വരുവാനോ അങ്ങേ അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനോ യോഗ്യതയില്ലാത്തവരായിരുന്നു. എന്നാൽ കരുണാസമരനായ ദൈവമോ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം തൻ്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് ഇത്ര വലിയ രക്ഷയൊരുക്കി തന്നതോർത്ത് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഞങ്ങളുടെ പ്രവൃത്തികളൊക്കെയും കർത്താവിൻ്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെയായിരുന്നു എന്ന വചനം ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങൾ ഏതെല്ലാം പ്രവൃത്തികൾ പ്രവർത്തിച്ചാലും അങ്ങയുടെ മുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായി ഞങ്ങൾക്ക് നിത്യരക്ഷ ഒരുക്കി തന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് തൻ്റെ പുത്രൻ 2025 വർഷങ്ങൾക്കപ്പുറം ഈ ഭൂമിയിലേക്ക് അയക്കുകയും അടിയങ്ങളുടെ മേൽ വരേണ്ടിയിരുന്ന പാപത്തിൻ്റെ ശിക്ഷാവിധി പുത്രന്റെ മേൽ ചുമത്തി കാൽവരിയിലെ കൊലക്കളത്തിൽ പുത്രനെ യാഗമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് ഇന്ന് ഈ ദേശത്തോട് വിളിച്ചറിയിക്കുമ്പോൾ രക്ഷിക്കപ്പെടാത്ത ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ അവിടുന്ന് കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെയും ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കുമാറാകണമേ. അവിടുത്തെ വിലയേറിയ ദാസന് വചനം വിഭാഗിപ്പാൻ ആവശ്യമായ സ്വർഗീയ കൃപകൾ നൽകണമേ. പ്രിയ കുഞ്ഞുങ്ങൾക്ക് പാടുവാൻ കർത്താവ് ബലം നൽകിയതോർത്ത് സ്തോത്രം.
പ്രിയ ഗേസിനും ഷീജിക്കും കുഞ്ഞുങ്ങൾക്കും ഈ ദേശം തിരഞ്ഞെടുക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദേശത്തോടെ നെടുകയും കുറുകയും നടന്ന് പറയുവാൻ അങ്ങ് അവരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ മറ്റൊരു വഴിയുമില്ലല്ലോ. നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഏക വ്യവസ്ഥയാണല്ലോ ഇന്നിവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. കർത്താവെ, മാറ്റമില്ലാത്ത സുവിശേഷ സന്ദേശം കേൾക്കുവാൻ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. ഞങ്ങൾ വചനത്തിൽ വായിക്കും പോലെ രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ നീ കൂട്ടിവരുത്തിയിരിക്കുന്നു. സ്തോത്രം. കർത്താവെ, ഈ രക്ഷ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഒരുക്കിയതാണ്. എല്ലാവരും അത് തിരിച്ചറിയുവാൻ വേറൊരു വഴിയുമില്ല. ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുവാൻ ഭാഗ്യം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ തിരുവചനം അനുസരിക്കുന്നുവെന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിന് ആവശ്യമായ കൃപകളും കൊടുക്കണം കർത്താവെ. ഞങ്ങളെല്ലാവരോടും അവിടുന്ന് സംസാരിക്കുമാറാകണമേ. ഇനിയും അനേകരെ വചന കേൾവിക്കായി കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാറ്റിലൂടെയും അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടുവാൻ സംഗതിയാക്കണമേ. നിന്റെ ദാസന് ശരീരത്തിലും ആത്മാവിലും ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിച്ചിരിക്കാൻ സ്തോത്രം. ക്രിസ്തയേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ അനീകിപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് കർത്ത ദിവസത്തിൽ ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിലെ സ്ഥലസഭകളിൽ അവിടെയുള്ള വിശുദ്ധന്മാരോട് ചേർന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ ഞങ്ങൾക്ക് ആരാധിപ്പാൻ മഹത്വപ്പെടുത്താൻ അവിടുന്ന് കൃപ നൽകി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുറന്നു കർത്താവേ, ഈ സന്ധ്യാസമയത്ത് പ്രിയായ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ അവിടുന്ന് ക്രമീകരിച്ച ദൈവറയ്ക്കായി തിരുനാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതിനായിട്ട് കർത്താവെ, രാമങ്കലത്തുള്ള ദൈവജനത്തെ അവിടുന്ന് ഒരുക്കിയതോട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാല പ്രിയ ഗേസിനെ കുടുംബമായി ഈ ദേശത്ത് വന്ന് പാർക്കുവാൻ, ദേശത്ത് സാക്ഷ്യം വഹിപ്പാൻ, കർത്താവെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് ഭവനങ്ങൾ കയറി ഇറങ്ങി സുവിശേഷം അറിയിപ്പാൻ, കർത്താവെ മാറ്റമില്ലാത്ത വചനം വഴിയിൽ നിന്ന് വിളിച്ചറിയിപ്പാനൊക്കെ അവിടുന്ന് കർമ്മ നൽകി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ നിലയിൽ കർത്താവെ ഒരു യോഗം ഇവിടെ നടത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവസരം കൊടുത്തല്ലോ. നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, അങ്ങയെ അറിയാത്തവർ കർത്താവ് ഈ യോഗം നിമിത്തം അങ്ങയെ അറിയുവാനും കർത്താവിനെ സ്വന്തരക്ഷിതാവുക അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരുവാൻ ഇടയാക്കുകയും ചെയ്യുമാറാണെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിനൊക്കെയും കാരണമായി തീർന്നില്ല സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നുള്ളതാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനപുത്രനെ പാപമൊഴിയെ സർവ്വത്തിന് നമുക്ക് തുല്യനായി ഭാവയെ ഭൂമിയിലേക്ക് അയച്ച് മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് സാധിപ്പിച്ചതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് കാലാകാലങ്ങൾ ഞങ്ങൾ വിശ്വസിപ്പാൻ, കർത്താവ് ഞങ്ങളുടെ പാപത്തിന് വേണ്ടി കർത്താവ് മരിച്ചു എന്നും ഞങ്ങളുടെ നീതീകരണത്തിന് വേണ്ടി മൂന്നാം നാൾ ഉയർത്തുന്നതിന് വിശ്വസിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ കൃപ നൽകിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കർത്താവെ, അവിടുത്തെ ആഗ്രഹം സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനം എത്താനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. കർത്താവെ, ആ നില കർത്താവ് ഇന്നത്തെ വചന കേൾവി കർത്താവെ അനേർക്ക് പ്രയോജനപ്പെടുവാൻ, കർത്താവിനെ അറിയാത്തൊരു കർത്താവിനെ അറിയുവാൻ, കർത്താവെ പിന്മാറ്റക്കാരെ തിരിച്ചു വരുവാൻ, വിശ്വാസം ഉണർത്തപ്പെടുവാൻ കർത്താവ് ഈ മീറ്റിംഗ് ഇടയാക്കുകയും ചെയ്യുമാറാണെന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ സന്ധ്യാസമയത്ത് കുഞ്ഞുങ്ങൾക്ക് പാടുവാനുള്ള കർമ്മ നൽകിയല്ലോ. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, തുറന്ന് വചനം സംസാരിപ്പാൻ തക്കണം അവിടെ ദാസനെ ബലപ്പെടുത്തിയിരിക്കുക ആൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ആവശ്യമായ ആലോചന പ്രിദാസനെ കേൾക്കുവാൻ, കേൾക്കുന്ന വചനം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ, കർത്താവെ നിത്യം പ്രാപിപ്പാൻ ഇടയാക്കുകയും ചെയ്യുമാറാണെന്ന് ഞങ്ങൾ നിത്യം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാം നമുക്കായി സ്തോത്രം. കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അതിനായിട്ട് കർത്താവ് രാമങ്ങളുടെ സഭയെ ഒരുക്കിയതുകൊണ്ട് സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ നടന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിശേഷാൽ ഈ ദേശ നിവാസികളെ ഓർക്കുന്ന കർത്താവെ, കർത്താവിനെ അറിയാത്തവർ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, കർത്താവിന് നിത്യം പ്രാപിപ്പാൻ, ഭവനത്തേക്ക് മടങ്ങുവാൻ, പിന്നെയും ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ മഹത്വപ്പെടുവാൻ ഈ യോഗ നിമിത്തിടയാക്കുകയും ചെയ്യുമാറാണ് നിത്യം പ്രാപിക്കുന്നു. സകല മഹത്വം എന്താണ് പുത്തൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അവിടുന്ന് ദയുണ്ടായി സ്വീകരിക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ആത്മീയതകളിൽ 977 പാട്ട് പാടാം. വരുന്നു വേഗം യേശുരാജൻ ഭരണം ഭൂമിയിൽ ചെയ്തിടുവാൻ, ദൈവിക രാജ്യം സ്ഥാപിക്കുവാൻ വരുന്നു വേഗം യേശുരാജൻ.
വരുന്നു വേഗം യേശുരാജൻ, ഭരണം ഭൂമിയിൽ ചെയ്തിടുവാൻ, ദൈവിക രാജ്യം സ്ഥാപിക്കുവാൻ. വരുന്നു വേഗം യേശുരാജൻ, ആനന്ദമേ പരമാനന്ദമേ, അന്നാളിലെന്തോരാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, അന്നാളിലെന്തോരാനന്ദമേ. മനുവേൽ മശിഹ നീതിയിൻ രാജനായി ഭൂ വാഴുമന്നാളിലെന്താനന്ദമേ. മനുവേൽ മശിഹ നീതിയിൻ രാജനായി ഭൂ വാഴുമന്നാളിലെന്താനന്ദമേ. സാത്താനെ ബന്ധനം ചെയ്തിടുമേ, ശാശ്വത ശാന്തി പകർന്നിടുമേ. സാത്താനെ ബന്ധനം ചെയ്തിടുമേ, ശാശ്വത ശാന്തി പകർന്നിടുമേ. സന്താപങ്ങൾ പറന്നോടിടുമേ, സൽഭരണം ഭൂവിലായിടുമേ. ആനന്ദമേ പരമാനന്ദമേ, അന്നാളിലെന്തോരാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, അന്നാളിലെന്തോരാനന്ദമേ. മനുവേൽ മശിഹ നീതിയിൻ രാജനായി ഭൂ വാഴുമന്നാളിലെന്താനന്ദമേ. മനുവേൽ മശിഹ നീതിയിൻ രാജനായി ഭൂ വാഴുമന്നാളിലെന്താനന്ദമേ. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും ഉഗ്രജനങ്ങളിൻ കൊലവിളിയും. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും ഉഗ്രജനങ്ങളിൻ കൊലവിളിയും. ഭീകരവാഴ്ചയും മാറിടുമേ, പ്രീതിയോടെ വരും വസിച്ചിടുമേ. ആനന്ദമേ പരമാനന്ദമേ, അന്നാളിലെന്തോരാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, അന്നാളിലെന്തോരാനന്ദമേ. മനുവേൽ മശിഹ നീതിയിൻ രാജനായി ഭൂ വാഴുമന്നാളിലെന്താനന്ദമേ. മനുവേൽ മശിഹ നീതിയിൻ രാജനായി ഭൂ വാഴുമന്നാളിലെന്താനന്ദമേ. മരുഭൂതലവും മലരണിയും വരണ്ട ഭൂമിയിൽ ഫലം പെരുകും. മരുഭൂതലവും മലരണിയും വരണ്ട ഭൂമിയിൽ ഫലം പെരുകും. അനുഗ്രഹമാരിയാൽ ജലം നിറയും, അവനിയിലേശു വാണിടുമ്പോൾ. ആനന്ദമേ പരമാനന്ദമേ, അന്നാളിലെന്തോരാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, അന്നാളിലെന്തോരാനന്ദമേ. മനുവേൽ മശിഹ നീതിയിൻ രാജനായി ഭൂ വാഴുമന്നാളിലെന്താനന്ദമേ. മനുവേൽ മശിഹ നീതിയിൻ രാജനായി ഭൂ വാഴുമന്നാളിലെന്താനന്ദമേ.
നിന്നിതരും രക്തസാക്ഷികളും മഞ്ഞിതിൽ പാടുകളേറ്റവരും നിന്നിതരും രക്തസാക്ഷികളും മഞ്ഞിതിൽ പാടുകളേറ്റവരും പൊന്മുടി ചൂടിയെന്നാർത്തു പാടി മന്നവൻ ക്രിസ്തുവിൻ കൂടെ വാഴും ആനന്ദമേ പരമാനന്ദമേ അന്നാളിലെന്തോരാനന്ദമേ ആനന്ദമേ പരമാനന്ദമേ അന്നാളിലെന്തോരാനന്ദമേ മനുവേൽ മശിഹ നീതിയിൻ രാജനായി വാഴുമന്നാളിലെന്താനന്ദമേ മനുവേൽ മശിഹ നീതിയിൻ രാജനായി വാഴുമന്നാളിലെന്താനന്ദമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ ഭവനാങ്കണത്തിൽ ഒരിക്കൽ കൂടി സുവിശേഷത്തിൻ്റെ സാക്ഷ്യം നിർവഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ദേശത്തുള്ള അനേക ഭവനങ്ങൾ സന്ദർശിക്കാനും ദൈവത്തിൻ്റെ വചനം അറിയിക്കുവാനും ദൈവം ഞങ്ങൾക്ക് സാവകാശം തന്നു എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ഈ സന്ദേശം പൊതുവായിട്ട് ഇവിടെ അറിയിക്കത്തക്കവണ്ണം ദൈവം നൽകിയ അവസരത്തിനായിട്ട് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ചില വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കാം. ആ വാക്യങ്ങളെ അധികരിച്ചുള്ളതായൊരു സന്ദേശമാണ് ഞാൻ ഇന്ന് രാത്രിയിൽ പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതുന്ന 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. വളരെ സുപരിതമായ ഈ വാക്യങ്ങളെ അധികരിച്ച് രൂപാന്തരപ്പെട്ട പൗലോസ് എന്ന വിഷയത്തിൽ ചില ആലോചനകൾ ഇന്ന് രാത്രിയിൽ പങ്കിടണം എന്നാണ് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിൽ അനേക വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരിലൊക്കെ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു ആളത്വമായിട്ടാണ് പൗലോസിൻ്റെ ജീവിതം ഇരിക്കുന്നത്. അത് കേവലം സ്വാഭാവികമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഭാഗ്യം കൊണ്ട് ആ പേര് വഹിക്കാൻ ദൈവം എനിക്കും അവസരം നൽകി എന്നുള്ളത് ഞാൻ പലപ്പോഴും വളരെ നന്ദിയോടും സന്തോഷത്തോടും കൂടെ ഓർക്കാറുള്ളതായൊരു കാര്യമാണ്.
അതെൻ്റെ മാതാപിതാക്കളെ പേര് തിരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പൗലോസിനെ കുറിച്ചുള്ളതായ കാര്യങ്ങളും വിശദാംശങ്ങളും ഒക്കെ ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി ചിന്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും ആ മനുഷ്യനിൽ നിന്നുള്ളതായ മാതൃകകൾ ഉൾക്കൊള്ളാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വേദഭാഗത്ത് നിന്ന് ചില വാക്കുകൾ ഞാൻ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ തൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൻ്റെ തുടക്കവാക്യങ്ങളാണല്ലോ നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. 4 കുറിപ്പുകൾ ഇന്ന് രാത്രിയിൽ ഞാൻ ഈ പ്രസംഗത്തിൽ പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് 15-ാമത്തെ വാക്യത്തിൽ, ആ വാക്യം അറിയാൻ പാടില്ലാത്തവർ ഈ യോഗത്തിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അവിടെ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്ന, സാധാരണ ആളുകൾ പറയാൻ ഇഷ്ടപ്പെടാത്തതായ ഒരു പ്രയോഗം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പൂർവകാലത്തിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമായതായ വാക്കുകളാണ്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പം ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതായ ഒരു കാര്യം, സുവിശേഷം അത് നല്ല ആളുകൾക്കുള്ളതല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എങ്ങനെയോ ആളുകളുടെയൊക്കെ മനസ്സിൽ കയറി കൂടുവാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. ചിലരോടൊക്കെ സുവിശേഷം പറയുമ്പോഴും അവരത് പരമാർത്ഥതയോടുകൂടി പറയാറുണ്ട്. ഈ സുവിശേഷമൊന്നും എന്നെപ്പോലുള്ള ആളുകൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ പേരെ കഴിഞ്ഞ നാളുകളിൽ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സന്ദേശത്തിൻ്റെ തുടക്കത്തിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, സുവിശേഷത്തിൻ്റെ രൂപാന്തരപ്പെട്ട ജീവിതമായി ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മനുഷ്യൻ്റെ പൂർവകാലം നമ്മൾ പരിശോധിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ സുവിശേഷം നിങ്ങൾ എത്ര മോശപ്പെട്ട ആളുകളാണ് എന്നിരിക്കലും നിങ്ങൾക്ക് അത്യാവശ്യമായതും നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിന് മതിയായതുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് എനിക്കിത് പറ്റുകയില്ല എന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ടതായ ആവശ്യമില്ല എന്നുള്ളതായ കാര്യം ഞാനിവിടെ പ്രാരംഭത്തിൽ ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമുക്കറിയാം, വേദപുസ്തകം പൊതുവെ ഓർപ്പിക്കുന്ന സത്യമാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നു. അത് വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ രേഖപ്പെടുത്തുന്നതായ മനോഹരമായ വാക്കുകളാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഇവിടെ പൗലോസ് തന്നെക്കുറിച്ച് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് പറയുവാൻ ഇടയായിട്ട് തീരുന്നത്? എല്ലാവരും പാപികളാണ്, എല്ലാവരും പാപത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ താൻ തന്നെക്കുറിച്ച് പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. എൻ്റെ പല കാരണങ്ങൾ കാണും, പക്ഷേ അതിൽ ഒരു കാരണം മാത്രം ഞാൻ ഈ വേദഭാഗത്ത് നിന്നൊന്നെടുത്ത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. നാം വായിച്ച വാക്യത്തിൽ അതുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അദ്ദേഹം തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്, മുമ്പേ ഞാൻ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ പൂർവകാലത്ത് താൻ എത്രയോ മോശപ്പെട്ട വ്യക്തിയായിരുന്നു എന്നുള്ളത് ആ ദൈവദാസൻ വളരെ കൃത്യമായിട്ടും രേഖപ്പെടുത്തുകയാണ്. ഒരു കാര്യം പറയുന്നത് പോലെയല്ലല്ലോ, അത് എഴുതുക എന്ന് പറയുന്നത് അത് ആരൊക്കെ വായിക്കുന്നതാണ്. നമുക്കറിയാം, ഈ എഴുതിയ വാക്കുകൾ
കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് എത്രയോ ആളുകൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായൊരു കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, കർത്താവിനെ അറിഞ്ഞു വന്ന ആളുകൾക്ക് തങ്ങളുടെ പൂർവ്വകാലം മോശമായിരുന്നു എന്ന് പറയാനായിട്ട് യാതൊരു ലജ്ജയുമില്ല. ഇന്ന് ഞങ്ങൾ ആരാധന യോഗത്തിൽ നാഗൽ സാഹിബ് എഴുതിയൊരു പാട്ടാണ് ആദ്യം പാടുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ എനിക്ക് പലപ്പോഴും അതിശയമായിട്ട് തോന്നിയിട്ടുണ്ട്. പാപിയിൽ പ്രധാനിയായിരുന്നു ഞാൻ എന്ന് അദ്ദേഹം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, തൻ്റെ പൂർവ്വകാലത്തിലേക്ക് ആ ദൈവഭക്തൻ വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, ദൈവമക്കളായ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ പൂർവ്വകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും നാം എങ്ങനെയുള്ള ആളുകളായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാനും കഴിഞ്ഞാലേ നാം അനുഭവിക്കുന്ന ദൈവകൃപയുടെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പൗലോസിൻ്റെ പ്രതിപാദനത്തിലും ഒക്കെ മുൻപുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് 13-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം അങ്ങനെ എഴുതിയത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എങ്കിലും അതിൻ്റെ കാരണം ഞാൻ ചുരുക്കം വാക്കുകളിൽ ഓർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. താൻ മുമ്പേ ദൂഷകനും ഉപദ്രവിയും ആയിരുന്നു എന്നൊക്കെ പറയുന്നത് ക്രിസ്തീയ മാർഗത്തിനു യേശുക്രിസ്തുവിൻ്റെ ആളുകൾക്കും എതിരായിട്ട് താൻ എത്രയോ ഗൗരവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. വാക്യങ്ങൾ ഇന്ന് രാത്രി ഒത്തിരി അങ്ങനെ വായിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. പൗലോസിൻ്റെ മാനസാന്തരം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ വളരെ വിശദമായിട്ട് വായിക്കുന്നുണ്ട്. അതിൻ്റെ ആവർത്തനം നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പിന്നെയും വായിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. 22-ാം അധ്യായത്തിൽ വരുമ്പോൾ അദ്ദേഹം തൻ്റെ പൂർവകാല അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ എത്രയോ വിശദമായിട്ടാണ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. 26-ാം അധ്യായത്തിൽ വരുമ്പോൾ അദ്ദേഹം ഒരു രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തൻ്റെ ആ ചരിത്രവും സാക്ഷ്യവും വളരെ കൃത്യമായി വിശദീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് ഒരു വാക്യം നമുക്കൊന്ന് വായിച്ചു പോകാം എന്ന് ഞാൻ കരുതുന്നു. 26-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഞങ്ങൾ എല്ലാവരും നിലത്തു വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിൻ്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നുവെന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്നൊരു ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, അദ്ദേഹം തൻ്റെ സാക്ഷ്യം വളരെ വിശദമായിട്ട് ഒരു രാജാവിൻ്റെ മുമ്പിൽ നിന്ന് മറ്റനേകർ കേൾക്കെ പറയുകയാണ്. നമുക്കറിയാം, പൗലോസിന് കർത്താവ് വളരെ സ്പെഷ്യലായിട്ടാണ് സുവിശേഷത്താൽ സന്ദർശിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ ആരും ഒരു സുവിശേഷ പ്രസംഗകരും പ്രവർത്തകരും പൗലോസിനെ കണ്ട് സുവിശേഷം ഒന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം അങ്ങനെ ഈ വഴിയിൽ പോകുന്ന ആളുകൾക്ക് വലിയൊരു പേടി സ്വപ്നമായിട്ട് ആ മനുഷ്യൻ്റെ ജീവിതമായിരുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്. പക്ഷെ കർത്താവിന് പൗലോസിനെ വിടാൻ പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് വളരെ അസാധാരണമായ നിലയിൽ കർത്താവ് ഈ മനുഷ്യനെ സന്ധിക്കുന്നു എന്നുള്ളതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ദൈവമക്കളായി നാം പുലർത്തേണ്ട ഒരു മനോഭാവം ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. സുവിശേഷത്തോടൊക്കെ എതിരായിട്ട് സംസാരിക്കുകയോ ഒരുപക്ഷെ അതിന് തടസ്സമായിട്ടൊക്കെ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളോട് നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥതയോ ഒക്കെ തോന്നിപ്പോകാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ചിലപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആളുകളെ ആയിരിക്കാം നമ്മുടെ കർത്താവ് സുവിശേഷത്താൽ പിടിച്ച്
ഈ സുവിശേഷം വഹിക്കത്തക്കവണ്ണം ഉപയോഗിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ചരിത്രം നമുക്ക് നൽകുന്ന വലിയൊരു പാഠവും, നമുക്ക് എതിരായിട്ടൊക്കെ സുവിശേഷത്തിനെതിരെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളോടും വളരെ പ്രതീക്ഷയോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉള്ളതായ വലിയ ആവശ്യകതയാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പറയുന്ന വാക്കുകൾ നമുക്ക് വളരെ പരിചയമുണ്ട്. കർത്താവിൻ്റെ ആളുകളെയാണ് പൗലോസ് ഉപദ്രവിക്കുന്നത്. പക്ഷേ കർത്താവ് ചോദിക്കുന്ന ചോദ്യം എത്രയോ വ്യക്തമാണ്. ഒരവ്യക്തതയും അതിനകത്തില്ല. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, സുവിശേഷത്തിന് എതിരെയോ ദൈവമക്കൾക്ക് എതിരെയോ ഒക്കെ ചെയ്യുന്നതായ കാര്യങ്ങൾ അത് കർത്താവിനെതിരായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതായ ആ വലിയ സത്യം ഈ വാക്യത്തിൽ നമുക്ക് എത്രയോ വ്യക്തമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ മാത്രം പറയുന്നൊരു പ്രയോഗം അതാണ് ഈ വാക്യത്തോട് എനിക്കുള്ളതായ ഒരു പ്രതിപത്തിക്കുള്ള പ്രധാനപ്പെട്ട കാരണം. പ്രവൃത്തിയുടെ 9-ാം അധ്യായത്തിൽ ഈ ചരിത്രം എഴുതുമ്പോൾ ഈ വാക്ക് പറയുന്നില്ല. എന്താണ് അവിടെ കർത്താവ് പറയുന്നത്? മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് നന്നല്ല. പുതിയൊരു മലയാള പരിഭാഷയിൽ അത് പരിഭാഷ ചെയ്തിരിക്കുന്നത് ആണിയിൽ തൊഴിക്കുന്നത് നിനക്ക് ദോഷമാണ് എന്നാണ് ആ വാചകം പരിഭാഷ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, പൗലോസ് ദൈവജനത്തിനെതിരെ നിൽക്കുമ്പോൾ അവിടെ കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് നീ ചെയ്യുന്ന കാര്യം എനിക്കെതിരെ എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ നിനക്കെതിരെയുമാണ്, നിനക്കും ദോഷമാണ് എന്നുള്ളതായ കാര്യം കർത്താവ് അവിടെ അവനെ ഓർപ്പിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയാവുന്നതായ ഈ വ്യക്തിയെയും കർത്താവ് സ്നേഹത്തോടു കൂടെ സന്ധിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ സുവിശേഷത്തോടൊരു വിരോധമോ വിദ്വേഷമോ ഒക്കെയാണ് ഉള്ളത് എന്നിരിക്കലും ആ വിദ്വേഷമൊന്നും ദൈവത്തിൻ്റെ സ്നേഹപ്രവാഹത്തെ തടയുന്നതല്ല. പിന്നെയോ അതിനപ്പുറമായ നിലയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സന്ദേശമാണ് സുവിശേഷം എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. ഈ 15-ാമത്തെ വാക്യത്തിൽ ആ പാപികൾ ഞാൻ ഒന്നാമനെന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ന് പകൽ ഈ വായനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കാനിടയായിട്ട് തീർന്നു. ചിലരൊക്കെ സുവിശേഷം സ്വീകരിച്ച ആളുകൾ ഒരുവിധം നല്ല പാപികളായിരുന്നു എന്ന് പറയാം. നിങ്ങളുടെ മനസ്സിലൊരു പേര് വന്നു കാണും, വേദപുസ്തകത്തിൽ ഒരാളുടെ പേര് വന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ ദിവസം 10-ാം അധ്യായത്തിൽ വളരെ നല്ലൊരു മനുഷ്യൻ, ചിലപ്പോൾ വിശ്വാസികളായി നമുക്ക് പോലും അത്രയും നന്നാവാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് തോന്നിപ്പോകാവുന്ന നിലയിൽ അത്രമാത്രം നല്ലൊരു മനുഷ്യൻ കൊർന്നല്യോസ്, അദ്ദേഹം ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തതായ സാഹചര്യത്തിൽ ദൈവം തനിക്ക് വേറിട്ടുള്ളതായ പ്രത്യക്ഷത കൊടുത്ത് സുവിശേഷം കേൾക്കാനായിട്ട് അവസരമൊരുക്കി എന്നുള്ളത് നമുക്ക് ആ ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുക. ഞാൻ ആ ചരിത്രം വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അതൊന്ന് പരാമർശിച്ചത്. പാപികൾ ഒന്നാമനാണ് നിങ്ങളെങ്കിലും നിങ്ങളെ സ്നേഹത്തോടു കൂടിയാണ് സുവിശേഷമായിരിക്കുന്ന കർത്താവ് കാണുന്നത്. അല്ല, പാപികളിൽ അത്ര വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണ് എന്നിരിക്കലും, ഒരു സാമാന്യം മര്യാദക്കാരനാണ് നിങ്ങൾ എന്നിരിക്കലും, എന്നാൽ ഈ മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചോട്ടെ എന്ന് കരുതി നിങ്ങളെ നിത്യനരകത്തിലേക്ക് വിടാനായിട്ട് കർത്താവിന് ആഗ്രഹമില്ല. കാരണം നല്ലവരായിട്ട് ഇവിടെ ജീവിച്ചതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോവുകയില്ല എന്നാണല്ലോ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. നല്ലവരായിട്ട് ജീവിക്കുന്നത് കൊണ്ട് സ്വർഗത്തിൽ പോകാമെങ്കിൽ പോകേണ്ട ഒന്നാമത്തെ ആള് കൊർന്നല്യോസാണ്. പക്ഷെ അവൻ്റെ പരമാർത്ഥ ഹൃദയത്തെ കർത്താവ് കണ്ട് അവന് വേറിട്ടുള്ളതായ ദർശനം കൊടുത്ത് സുവിശേഷം കേൾക്കാനായിട്ട് അവസരമൊരുക്കി
എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു പ്രസ്താവന പറയട്ടെ. നിങ്ങൾ പാപികൾ ഒന്നാമനാണെങ്കിലും സുവിശേഷം സ്വീകരിക്കണം. അല്ല, പാപികളിൽ നിങ്ങൾ സാമാന്യ മര്യാദക്കാരനാണെങ്കിലും സുവിശേഷം നിങ്ങൾക്കും അത്യാവശ്യമാണ്. പത്രോസ് അപ്പോസ്തലന്റെ ഒരു വാചകം ഞാൻ എടുത്തു പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പാപത്തിൽ തകർന്നവരാണ് എന്നുള്ളത് അല്ല ദൈവം പ്രത്യേകം നോക്കുന്നത്. പിന്നെയോ ഏത് മനുഷ്യനും പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിനാൽ സുവിശേഷത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ആവശ്യമായിരിക്കുന്നു എന്നുള്ള വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ ഇവിടുന്ന് എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ പൗലോസ് കൃപയാൽ കരുണ ലഭിച്ചവനായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അന്ന് വായിച്ച വാക്യത്തില് ചില വാക്യങ്ങളുടെ നമ്പർ ഞാനൊന്ന് പരാമർശിക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് തൻ്റെ പാപത്തിൻ്റെ വലിപ്പത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് അടുത്ത വാചകത്തിൽ പറയുന്നത് എനിക്ക് കരുണ ലഭിച്ചു. അപ്പോ ഞാൻ മുമ്പേ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ഒക്കെ ആയിരുന്നു എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു എന്ന് ഇവിടെ പൗലോസ് എഴുതുകയാണ്. ഈ വാചകം ഇന്ന് പകൽ ഞാൻ ധ്യാനിക്കുമ്പോൾ നമുക്കെല്ലാം പരിചയമുള്ള ഒരു വാക്യം എൻ്റെ മനസ്സിൽ വന്നു. നമുക്ക് ആ വാക്യം പരിചയമുള്ളതാണെങ്കിലും ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തില് നമ്മുടെ കർത്താവ് ഈ വാക്ക് ഉപയോഗിക്കുന്നതായൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. 18-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അവിടെ കാണുന്നൊരു കാര്യം, ഒരു വ്യക്തി 10,000 താലന്ത് കടപ്പെട്ടു. പക്ഷേ ആ യജമാനൻ അവൻ വളരെ താണു വീണ് അവനോട് അപേക്ഷിച്ചപ്പോൾ ആ 10,000 താലന്തും ഇളച്ചു കൊടുത്തു. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മുടെ കർത്താവ് ഉപയോഗിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഈ മനുഷ്യൻ ഈ 10,000 താലന്ത് കടപ്പെട്ടവനോട് കരുണ കാണിച്ചു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നിങ്ങൾ എത്ര കൊടിയ പാപിയാണ് എന്നിരിക്കലും നിങ്ങളോട് കരുണ കാണിക്കുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കമായിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോ ദൈവം കരുണ കാണിച്ചു എന്നുള്ളത് തീർത്തും അനർഹമായ സാഹചര്യത്തിൽ വേറിട്ടുള്ള കരുണ കാണിച്ചു എന്നുള്ളത് പൗലോസ് തന്റെ അനുഭവത്തിൽ ഇവിടെ എടുത്തു പറയുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും പൗലോസിനോട് കരുണ കാണിച്ച കർത്താവ് നിശ്ചയമായിട്ടും ഇന്ന് രാത്രിയിൽ നിങ്ങളോടും കരുണ കാണിക്കുവാൻ ഒരുക്കമാണ്. അപ്പോൾ ആ കരുണ അനുഭവിച്ച ദൈവത്തിൻ്റെ ദാസൻ എന്തോ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഈ കാര്യം വ്യക്തമാക്കുന്നതായി നമ്മൾ കാണുന്നത്. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വേറൊരു സുപരിതമായ വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കൃപ തന്നിൽ വർദ്ധിച്ചു എന്നുള്ളത് എടുത്തു പറയുകയാണ്. പിന്നെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു എന്ന് അവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ആ 2 വാക്കുകൾ ഞാനൊന്ന് എടുത്ത് പറയുകയാണ്. പൗലോസിനോട് ദൈവം കൃപയോടെ ദീർഘക്ഷമയോടെ കരുണ കാണിച്ചു എന്നുള്ളതായ കാര്യം ഈ വാക്യങ്ങളിൽ ആ ദൈവദാസൻ സന്തോഷത്തോടെ രേഖപ്പെടുത്തുകയാണ്. ആ കരുണയിൽ തനിക്ക് ലഭിച്ച അനുഗ്രഹവും 15-ാമത്തെ പ്രസിദ്ധമായ വാക്യത്തിൽ താൻ എടുത്ത് പറയുന്നുണ്ട്. ക്രിസ്തുയേശു പാപികളെ, അടുത്ത വാക്ക് എന്താണ്? രക്ഷിപ്പാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഒരു പാപിക്ക് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ളതായ രക്ഷയാണ് അത്യാവശ്യം. മതങ്ങളൊക്കെ പാപത്തെ വളരെ ഗൗരവമായി കാണും. പാപിയെ ശിക്ഷിക്കണം എന്ന് എല്ലാ മതങ്ങളും പറയും. മതങ്ങളുടെ പൊതുപ്രകൃതം അതാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പാപകർമ്മത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ കൊണ്ടുവന്ന കാര്യം നമുക്ക് അറിയാമല്ലോ. അപ്പൊ അവര് പിടിച്ചുകൊണ്ടുവന്ന ആളുകൾ പറയുകയാണ്, ഇവളെ കല്ലെറിയണമെന്നാണ് മോശ കൽപ്പിച്ചിട്ടുള്ളത്. അത് വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ഞങ്ങളുടെ മതം പറയുന്നത് ഇവളെ കല്ലെറിയണം, ഇവൾ ശിക്ഷിക്കപ്പെടണം, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളാണെന്നാണ് ഞങ്ങളുടെ മതം പറയുന്നത്. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, മതത്തിന് ഒരു പാപിയെ ശിക്ഷിക്കാനേ വകുപ്പുള്ളൂ. പാപിയെ രക്ഷിക്കാനുള്ള വകുപ്പ് മതങ്ങളിലില്ല. പക്ഷേ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കർത്താവ് അവളോട് ക്ഷമിച്ച് അവളെ സ്വതന്ത്രയായി വിട്ടയച്ചു എന്നുള്ളത് നാം അവിടെ കാണുന്നുണ്ട്. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ളതായ വലിയ വിടുതൽ അവൾക്ക് കൊടുത്തു എന്നുള്ളതായ കാര്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രി അതൊന്ന് പരാമർശിച്ചത്, മതങ്ങൾക്കൊക്കെ പാപത്തെ ശിക്ഷിക്കാനേ പറ്റുകയുള്ളൂ. പാപിയുടെ മേലുള്ള ശിക്ഷ നടപ്പാക്കാനേ മതങ്ങൾക്ക് വ്യവസ്ഥയുള്ളൂ. പക്ഷെ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യസ്തത നമുക്കിവിടെ കാണാനായിട്ട് കഴിയുകയാണ്. ഏത് വലിയ പാപിക്കും കൃപയാൽ കരുണയനുഭവിച്ച് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കും. രക്ഷയെന്ന് ഇവിടെ പറയുമ്പോൾ വരാൻ പോകുന്ന പാപത്തിന് ശിക്ഷയാകുന്ന നിത്യനരകത്തിൽ നിന്ന് ഒരിക്കൽ എന്നേക്കുമായിട്ടുള്ള വിടുതൽ ഏതു പാപിക്കും പ്രാപിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ളതായ ഘടകം. അതെന്തുകൊണ്ടാണ് സാധിക്കുന്നത്? പാട്ടുകളുടെ ഇടയ്ക്ക് പറഞ്ഞ വാക്കുകളും പാട്ടുകളും ഒക്കെ ആ സന്ദേശം ഒരർത്ഥത്തിൽ വ്യക്തമാക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. പ്രിയപ്പെട്ടവരെ, നാം തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പാപികളായി നിത്യനരകത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മെ അവിടുന്ന് രക്ഷിക്കേണ്ടതിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം ആഗ്രഹിച്ചപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ പാപമില്ലാത്ത ദൈവത്തിന്റെ പുത്രൻ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു. ഇന്ന് രാവിലെ നമ്മൾ എത്രയോ സന്തോഷത്തോടു കൂടി അത് ഓർത്താണ് കർത്താവിനെ ആരാധിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. പാപക്കടം തീർക്കുവാൻ യേശുവിൻ്റെ രക്തം മാത്രമേ ഉള്ളൂ എന്നുള്ളതായ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മരണത്താൽ സാധിച്ചതായ വലിയ അനുഗ്രഹത്തിൻ്റെ മഹത്വമാണല്ലോ അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ മരണം, നിത്യമായ മരണത്തിൽ നിന്ന് 2-ാം മരണത്തിൽ നമ്മെ വിടുവിക്കുന്നതായ ആ മരണത്തിന്റെ മഹത്വവും ആ മരണത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹത്തിന്റെ വലിപ്പവും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. അങ്ങനെ മരിച്ച കർത്താവ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നു.
ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ആർക്ക് ഈ കർത്താവിന്റെ അടുക്കലേക്ക് വന്ന് ഈ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ ഒരുക്കമാണോ, അവർക്ക് രക്ഷയുടെ വിലയേറിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കാം. എഫേസ്യർ 2:8 വാക്യം നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. എങ്കിലും ഞാനിത് പറഞ്ഞു പോകട്ടെ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആ വാക്കൊന്ന് അടിവരയിടുകയാണ്. കാരണം നമ്മൾ വായിച്ച 1 തിമോഥെയോസ് 1:15 പറയുന്നത് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഇവിടെ പറയുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? ഒരു പാപി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് വിശ്വാസത്താൽ കൈക്കൊള്ളുമ്പോൾ ആ വ്യക്തിക്ക് രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. ചില ആളുകളൊക്കെ പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നൊന്നും അങ്ങനെ പറയരുത്. കാരണം നമ്മൾ എപ്പോഴാണ് പാപത്തിൽ വീഴുന്നതെന്ന് ആർക്കറിയാം. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും പറയരുത്. പറയുന്നതൊരു അഹങ്കാരമാണെന്നൊക്കെ പരമാർത്ഥതയോടെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം എത്രയോ വ്യക്തമായിട്ട് അത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഏതൊരു പാപി യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊള്ളുവാൻ ഇടയായിട്ട് തീരുമോ, ആ വ്യക്തിക്ക് ദൈവം രക്ഷദാനമായിട്ട് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ദാനം കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇന്ന് രാത്രിയിൽ എല്ലാ പരമാർത്ഥതയിലും പരിശോധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകട്ടെ. ഇന്ന് രാത്രി വരെ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് വരികിൽ ഈ ക്രിസ്തുവിനെ വിശ്വാസത്താൽ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊണ്ട് ഈ വിലയേറിയ അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ആ കൃപയിലേക്ക് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് വരുവാനിടയായിട്ട് തീർന്നു. തൻ്റെ ജീവിതത്തിലെ വേറെ ചില കാര്യങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്നുണ്ട്. പക്ഷേ താൻ പറയുന്ന ഒരു വാക്ക് ഞാനിവിടെ ഒന്ന് ചേർത്ത് എടുത്ത് പറയുകയാണ്. പൗലോസ് മരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ വ്യക്തമായി ഉറപ്പോടെ പറയുന്നൊരു സത്യമുണ്ട്. നമ്മൾ ഒത്തിരി മരണ വീടുകളിൽ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് വായിക്കണം നിർബന്ധമില്ല. ഫിലിപ്പിയർ 1:23 വാക്യം എന്താ? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. പ്രിയപ്പെട്ടവരെ, ആ ദൈവഭക്തൻ മരണത്തിന് അപ്പുറമുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തോ ഒരു വ്യക്തതയിലും നിശ്ചയത്തിലുമാണ് ജീവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. പൗലോസിന്റെ ആ കാര്യം പറയുമ്പോഴൊക്കെ ഞാൻ ലൂക്കോസ് സുവിശേഷം 23 43 വാക്യത്തിൽ നമ്മുടെ കർത്താവ് ക്രൂശിൽ ഒരു വശം തൂങ്ങിക്കിടന്ന മരിക്കാൻ പോകുന്ന കള്ളനോട് പറഞ്ഞ കാര്യവും ചേർത്ത് ഓർപ്പിക്കാറുണ്ട്. പൗലോസ് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പല ന്യായങ്ങളും ഒക്കെ ചിന്തിക്കാൻ, പൗലോസ് ക്രിസ്തുവിനെ പോലെ ജീവിച്ചയാളല്ലേ, പിന്നെ സ്വർഗത്തിലല്ലാതെ എവിടെയാണ് പോകുന്നത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷേ ദുഷ്പ്രവർത്തിക്കാരനായി ക്രൂശിൽ തൂങ്ങപ്പെടുന്നതായ ആ കള്ളനോട് കർത്താവ് അവന്റെ വിശ്വാസത്തെ ആദരിച്ച് പറയുന്ന വാക്ക് എത്രയോ വ്യക്തമാണ്. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ക്രൂശിങ്കിലേക്ക് കയറുന്നത് വരെ അവന് യാതൊരു സൽപ്രവൃത്തിയും പറയാനായിട്ടില്ല. അവൻ ദുഷ്പ്രവർത്തിക്കാരനാണ്. അവൻ തന്നെ പറയുന്നത് നമ്മുടെ ഈ ശിക്ഷ ന്യായമായ ശിക്ഷയാണ്, അതിനേക്കാൾ വലിയ ഏറ്റുപറച്ചിൽ എന്ത് വേണം? അപ്പോൾ അതാണ് അവൻ ഏറ്റുപറയുന്നത്. പക്ഷേ അവന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് അവന് തന്നോടുകൂടെ കർത്താവ് പറുദീസിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിൽ ലഭിക്കുന്ന വിലയേറിയ പ്രത്യാശയുടെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. ഞാനൊരു അർത്ഥവ്യക്തതയ്ക്ക് പറയട്ടെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് അറിയാനായിട്ട് വേറെ ഒരു വഴിയും വേണ്ട. നിങ്ങൾ ഇന്ന് മരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത് എന്നുള്ളതായ കാര്യത്തിൽ ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ ഇന്നും
പാപത്തിൻ്റെ ഇരുട്ടിൽ തന്നെ ആയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ പൗലോസ് അനുഭവിച്ച ആ കൃപയെയും കരുണയെയും എത്രയോ വ്യക്തമായിട്ടാണ് ഈ വാക്കുകളിൽ വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പൗലോസ് തന്നെ ഈ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനാൽ ഒരുക്കപ്പെട്ട രക്ഷയുടെ മഹത്വം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. വായിക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ നമ്മുടെ രക്ഷിതാവായി വന്ന യേശു ക്രിസ്തു ഏക മധ്യസ്ഥനാണ് എന്നുള്ളതായ കാര്യം വ്യക്തമാക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനും ഒരുവൻ. അടുത്ത വാചകം, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ അവിടെ നിന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, പാപമില്ലാത്ത ദൈവത്തിന്റെ പുത്രൻ ലോകത്തിൽ വന്നു നമുക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായിട്ട് തന്ന് നമ്മെ എല്ലാവരെയും രക്ഷിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകത്തക്കവണ്ണം വിലയേറിയ രക്ഷ ഒരുക്കി എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. എബ്രായ ലേഖനകാരൻ പറയുന്നത് പോലെ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഞാൻ ഈ 1 തിമോഥെയോസ് 2-ന്റെ 6-ാമത്തെ വാക്യം ഈ ദിവസങ്ങളിലൊക്കെ വായിക്കുമ്പോൾ, കഴിഞ്ഞ മാസത്തിൽ ഞാൻ കേട്ടൊരു വിവാഹ പ്രസംഗത്തിൽ ഒരു ദൈവദാസൻ പറഞ്ഞൊരു ഇല്ലസ്ട്രേഷൻ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുവാനിടയായിട്ട് തീർന്നത് ഞാൻ ഓർക്കുന്നു. ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ പിന്നെ ഞാനത് ഓർക്കാറുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മരണത്തിൽ നമുക്ക് വേണ്ടിയുള്ള മറുവില കൃത്യമായിട്ടും കൊടുത്തു തീർക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ സംഭവം എറണാകുളം ജില്ലയിലൊരു സ്ഥലത്ത് സംഭവിച്ചാണ്. സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല, പത്രത്തിലൊക്കെ വന്നതാണ്, ചില നാളുകളായി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുടുംബം വല്ലാത്ത കടക്കണിയിൽ അകപ്പെടാനിടയായിട്ട് തീർന്നു. അവർ വീട് ജപ്തിക്ക് വെച്ചു, അതിൻ്റെ നോട്ടീസും പതിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവർ വല്ലാത്ത ദുഃഖത്തിലായി. അപ്പോൾ ആ വീട്ടുകാരൻ എങ്ങനെയെങ്കിലും അതൊന്ന് അടയ്ക്കാനായിട്ട് വളരെയധികം പരിശ്രമിച്ചു. താൻ ഈ നാട്ടുകാരനല്ല, വേറൊരു നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നതാണ്. അപ്പം അദ്ദേഹം നല്ല നാട്ടിലൊക്കെ പോയി അത്യാവശ്യം ആളുകളെയൊക്കെ കണ്ട് ഇത് അടയ്ക്കാനുള്ള പണവുമൊക്കെ സ്വരൂപിച്ച് 3-4 ദിവസം കൊണ്ട് വളരെ ബന്ധപ്പെട്ട് വന്ന് ബാങ്കിൽ ആ പണം അടച്ച് വീട്ടിൽ വന്നു. പിന്നത്തെ വാക്കുകൾ വളരെ സങ്കടകരമാണ്. വീട്ടിൽ വന്നപ്പോൾ വലിയൊരാൾക്കൂട്ടമാണ്. കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ പണം അടച്ചതറിയാതെ തൻ്റെ ഭാര്യ ആ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച് കിടക്കുകയാണ്. എന്നിട്ട് ആ ദേവദാസൻ വളരെ ഹൃദയഭേദമായി പറഞ്ഞൊരു വാചകം ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. കടമെല്ലാം അടച്ചു വീട്ടിയായിരുന്നു, പക്ഷേ അതറിയാതെ അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിനൊരു മനോഹരമായ സത്യം ഞാനിവിടെ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് ലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന് നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. പക്ഷെ അത് അറിഞ്ഞിട്ടും വിശ്വസിക്കാൻ കഴിയാതെ, ചിലരൊക്കെ അറിയാതെ നിത്യനരകത്തിലേക്ക് പോകുന്നു എന്നുള്ളത് എത്രയോ ഭയങ്കരമായിട്ടുള്ളതായൊരു കാര്യമാണ്. ദൈവമക്കൾക്ക് അവിടെ ഒരു കാതലായ ദൂതുണ്ട്. കാരണം നമ്മുടെ കർത്താവ് മുഖാന്തരം ഒരുക്കിയ രക്ഷ നമ്മൾ അനുഭവിക്കുന്നവരാണ്. ഈ രക്ഷയുടെ സന്ദേശം ഇതറിയാത്തവരെ അറിയിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായിട്ടാണ് ഇരിക്കുന്നത്.
ചില ആളുകൾക്ക് തോന്നും ഇവരെന്തിനാ ഇത്ര ബന്ധപ്പെടുന്നത്. പക്ഷെ അതിൻ്റെ കാതലായൊരു കാരണം, ഈ സ്നേഹത്തെ അനുഭവിച്ച ആളുകൾക്ക്, പ്രിയപ്പെട്ടവരെയും, ഇതറിയിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം അത് എത്രയോ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി മറുവില കൊടുത്ത് തീർത്തിട്ടുണ്ട്. അത് വിശ്വാസത്താൽ സ്വീകരിക്കുവാൻ ഒരുക്കമാണെങ്കിൽ ഈ കൃപയിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. ഞാൻ വേഗത്തിൽ 2 കുറിപ്പുകൂടെ പറഞ്ഞ് ഈ പ്രസംഗം അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. തലക്കെട്ടാണ് ഞാൻ 3-ാമതായിട്ട് പറയുന്നത്, രൂപാന്തരപ്പെട്ട പൗലോസ്. ഈ വേദഭാഗം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, പ്രത്യേകിച്ചും 13-ാമത്തെ വാക്യം എന്നെ വളരെ സ്പർശിച്ചതായൊരു വാക്യമാണ്. പൗലോസിന്റെ പൂർവ്വകാലം ഞാനിതിനോട് ചേർത്ത് എപ്പോഴും ചിന്തിക്കുന്നൊരു വാക്യമുണ്ട്. നിങ്ങളിൽ ചിലർക്കൊക്കെ അത്, മിക്കവാറും പേർക്ക് അത് അറിയാമായിരിക്കും. എത്രയോ സന്ദേശങ്ങളിൽ ഞാനത് പറയാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കണമേ. 11ഉം 12ഉം വാക്യങ്ങൾ ചേർത്ത് വായിക്കാം. 4-ാം അധ്യായത്തിന്റെ 11ഉം 12ഉം വാക്യം. അതെ അല്ലേ? എന്ത് മനോഹരമായ സത്യമാണ് അവിടെ ദൈവത്തിൻ്റെ ദാസൻ എടുത്ത് പറയുന്നത്. ഞാൻ എൻ്റെ ഓരോ വാക്കുകളും എനിക്ക് വിശദീകരിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അതിനായിട്ട് ഈ യോഗത്തിൽ സമയമില്ല. അപ്പം അതുകൊണ്ട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ ആദ്യം വായിച്ച വാക്യം, ആ ഭാഗത്ത് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ മുമ്പേ ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു. ഇപ്പം എന്നാ പൗലോസ് പറയുന്നത്? ഞാൻ ദൂഷണം കേട്ടിട്ട് സഹിക്കുകയാണ്, ശകാരം കേട്ടിട്ട് എന്ത് ചെയ്യാണ്? ആശീർവദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തൊരു വലിയ രൂപാന്തരമാണ് തൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായത് എന്നുള്ളത് നാം ഇവിടെ വായിക്കുകയാണ്. ദൂഷകനായിരുന്നവൻ രൂപാന്തരപ്പെട്ട് ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീർന്നു. ശകാരിക്കുന്നവരെ തിരിച്ച് ശകാരിക്കുന്നില്ലെന്ന് മാത്രമല്ല, പിന്നെ ശകാരം കേട്ടിട്ട് ആശീർവദിക്കുകയാണ്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ആ വാക്ക് ചിന്തിക്കുമ്പോൾ ഓർത്തൊരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയൊരു വാക്കുണ്ട്, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല, ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പല്ലേ പൗലോസ് ഇവിടെ പറയുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പൗലോസ് തിരിച്ച് ശകാരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ശകാരം കേട്ടിട്ട് അവരെ തിരിച്ച് ആശീർവദിക്കുകയാണ്. അതിൻ്റെ ഒരു കാരണം ഞാൻ ഈ ദിവസങ്ങളിൽ മാളികമുറിയിലെ പ്രസംഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കാറുണ്ട്. കർത്താവ് പറഞ്ഞായിരുന്നു, ഞാൻ ചെയ്യുന്നതിനേക്കാൾ അധികം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് അത് സാധിക്കും എന്ന് കർത്താവ് പറഞ്ഞത് എത്രയോ കൃത്യമായി നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സുവിശേഷം എന്തോ ഒരു രൂപാന്തരം വരുത്തുന്നതായ സന്ദേശമാണ്. ഞാൻ ആ 11-ാമത്തെ വാക്യം ഒന്ന് ചേർത്ത് വായിക്കാനായിട്ട് പറഞ്ഞത്. 11-ാമത്തെ വാക്യത്തിൽ ആ ദൈവദാസന്റെ ജീവിതം ലോകപ്രകാരം എത്ര അരിഷ്ടമായിരുന്നു എന്ന് നമുക്ക് തോന്നാം. താൻ കടന്നുപോയ വേദനകൾ, ഞെരുക്കങ്ങൾ, ഇല്ലായ്മകൾ ഒക്കെ ആ വാക്യത്തിൽ വ്യക്തമാക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഒരു സത്യം ഓർപ്പിക്കട്ടെ, സുവിശേഷത്തിനൊരു ജീവിതശൈലിയുണ്ട്. ആ ജീവിതശൈലി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള എല്ലാ ആഡംബരങ്ങളും വാരിക്കൂട്ടി ജീവിക്കുന്നതല്ല സുവിശേഷത്തിന്റെ ജീവിതശൈലി. പിന്നെയോ
സുവിശേഷത്തിൻ്റെ ജീവിതശൈലി ഞെരുക്കത്തിൻ്റെ ജീവിതശൈലിയാണ്. അതിൽ ഒടുവിലത്തെ വാക്ക് ഞാൻ പ്രത്യേകിച്ച് ഓർത്തു. പൗലോസ് പറയുകയാണ്, എനിക്കിപ്പോൾ ഞാൻ സ്ഥിരവാസമില്ലാത്തവനായിട്ടാണ് ജീവിക്കുന്നത്. ഫിലെമോൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയാൽ എനിക്ക് ഈ തടവിൽ നിന്ന് വിടുതൽ കിട്ടും. അപ്പം അതുകൊണ്ട് എനിക്കൊരു പാർപ്പിടം ഒരുക്കിക്കൊള്ളുവിൻ എന്ന് വായിക്കുന്നുണ്ട്. ആ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുന്നത് പ്രിപ്പയർ മീ ഓൾസോ എ ലോഡ്ജിങ്. ഞാൻ ഉച്ച കഴിഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു പോയൊരു വാക്കാണത്. കാരണം പൗലോസ് പറയുന്നത്, എനിക്ക് ഒരു ലോഡ്ജിങ്, തൽക്കാലം താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിക്കോ, കാരണം ഈ കാരാഗ്രഹത്തിൽ ഞാൻ വിടുതൽ പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ദൈവദാസൻ ഉൾക്കൊണ്ട ജീവിതശൈലി എത്ര മനോഹരമായ ജീവിതശൈലിയാണ്. പൗലോസ് വലിയ സമ്പന്നനായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കാർക്കും അതിൻ്റെ കൃത്യം കണക്കറിയാൻ പാടില്ല. കുറേ അന്വേഷണങ്ങളൊക്കെ നടത്തിയുള്ള ദൈവദാസന്മാർ പറയുന്നത് ഒരു 3 കപ്പലുകൾ സ്വന്തമായിട്ട് ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള സാമ്പത്തിക സാധ്യത കർത്താവിനെ സ്വീകരിക്കുമ്പോൾ തനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് വേദപുസ്തകത്തിലുള്ള കാര്യമല്ല കേട്ടോ, ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. എന്തുമാകട്ടെ, മഹാസമ്പന്നനായിരുന്ന ആ മനുഷ്യൻ ഈ സുവിശേഷം ഏറ്റെടുക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ എന്തോ ഒരു ലളിതമായ ജീവിതശൈലിയിലേക്ക് മാറി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് ദൈവഭക്തിയുടെ മാർഗവും സുവിശേഷ വേലയും ഒക്കെ ധനാഗമന മാർഗമായിട്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല. ഉണ്മാനും ഉടുപ്പാനും ഉള്ളത് കിട്ടും കേട്ടോ, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഈ ദൈവദാസന്റെ മനോഹരമായ ജീവിതം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. എന്തൊരു വലിയ രൂപാന്തരമാണ് തന്നിൽ സംഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാൻ പ്രസംഗം നിർത്തേണ്ട സമയമാകുന്നു, അതുകൊണ്ട് ഒത്തിരി വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് എഴുതിയൊരു വാക്യമുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു മിക്കവാറും പേര് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരാണല്ലോ. നമുക്ക് പുതിയ സൃഷ്ടികളാകി രൂപാന്തരപ്പെട്ടവരായിട്ട് ജീവിക്കാം. 2-3 ദിവസം മുമ്പ് ഞാനൊരു പുതിയ സഹോദരനെ പരിചയപ്പെട്ടു. അദ്ദേഹം എന്നോടൊരു പ്രാർത്ഥനാ വിഷയം, വെറുതെ എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ പ്രാർത്ഥനാ വിഷയം എന്താണെന്നുള്ളത് ശ്രദ്ധയോടെ കേട്ടു. എന്നെ അത് അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരികയാണ്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ദേഷ്യം വന്നാൽ ഞാൻ വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വേണ്ടവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളായിരുന്നു. ഞാനവിടെ അത്ഭുതപ്പെട്ടൊരു കാര്യമുണ്ട്. എന്ത് നന്നായി ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത്. നമുക്ക് എത്രയോ വട്ടം ദേഷ്യം വന്നിട്ടുണ്ട്, നമ്മൾ വേണ്ടാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്കത് മാറ്റണമെന്ന് പോലും ആഗ്രഹം തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, സുവിശേഷം അടിസ്ഥാനപരമായി വലിയ രൂപാന്തരത്തിൻ്റെ സന്ദേശമാണ്. അതിൻ്റെ മഹത്വം മനസ്സിലാകണമോ? ഈ മനുഷ്യൻ്റെ ജീവിതത്തെ നോക്കിയാൽ മതി. നല്ലൊരു മാതൃക. പൗലോസ് പറഞ്ഞ വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം ചേർത്ത് പറയാം. ആ ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഒടുവിൽ എത്തിച്ചേർന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. സുവിശേഷത്തിൻ്റെ രൂപാന്തരം. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം ഈ രൂപാന്തരത്തിൻ്റെ മനോഹരമായ സാക്ഷ്യം നൽകുന്നത് ആയിരിക്കട്ടെ. ഒരു കുറിപ്പൂടി പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ 12-ാമത്തെ വാക്യം വായിച്ച് തുടങ്ങാം എന്ന് തീരുമാനിച്ചത്. വിശ്വസ്ത ശുശ്രൂഷകനായ പൗലോസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ പ്രസംഗത്തിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പാപിയിൽ ഒന്നാമനായിരുന്നവന് കർത്താവ് കൃപയാൽ രക്ഷിച്ച് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, എന്തോ ഒരു മഹത്തരമായ ശുശ്രൂഷയാണ് ഈ മനുഷ്യനെ വിശ്വസ്തനെന്ന് കണ്ട് ഫലമേൽപ്പി. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അതാണ്. ശിഷ്യന്മാർ 12 പേരുണ്ടായിരുന്നെങ്കിലും പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിക്കാനും അതുപോലെ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ സുവിശേഷത്തിൻ്റെ വാതിൽ ജാതികൾക്ക് തുറന്നു കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ നോട്ടത്തിൽ അയോഗ്യനായ ഒരാളെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്, പത്രോസിനെ. എന്ന് പറഞ്ഞാൽ 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞയാൾ.
ഒത്തിരി കുറവുകൾ ഉണ്ടായ ഒരാൾ. പക്ഷേ പത്രോസിനെ മാനസാന്തരപ്പെടുത്തി, പരസ്യമായിട്ടും മാനസാന്തരപ്പെടുത്തി എന്തോരം മനോഹരമായിട്ട് ഉപയോഗിക്കാൻ ഇടയായിട്ട് തീർന്നു. ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. കഴിഞ്ഞ ആൾ നമ്മുടെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് നമ്മുടെ ആയുസിൻ്റെ അന്ത്യം വരെ ഇങ്ങനെ പോകാവൂ എന്നൊന്നും വിചാരിക്കണ്ട. പിന്നെയോ നമ്മുടെ കർത്താവ് നമ്മോട് പാപം ക്ഷമിക്കുന്നവനും നമ്മെ രക്ഷിക്കുന്നവനും മാത്രമല്ല, നമ്മോട് കരുണ കാണിച്ച് വിശ്വസ്തമായിട്ട് ചെയ്യാവുന്ന ശുശ്രൂഷ നമ്മെ ഏൽപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് ഒരുക്കമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. ഞാൻ 2 വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. പൗലോസിൻ്റെ ശുശ്രൂഷയിലെ വിശ്വസ്തത. പ്രവൃത്തി 24 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്ക് ഉള്ളൂ. നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം അതായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് തികയ്ക്കണം എന്നുള്ളതായ ആ ലക്ഷ്യത്തിൻ്റെ ഏകാഗ്രതയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. 1 Corinthians 4:1-2 വാക്യങ്ങളോട് പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. നാം ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരാണ്. ഗ്രഹവിചാരന്മാരിൽ അന്വേഷിക്കുന്നു, അവർ വിശ്വസ്തരായിരിക്കണം. ദൈവവചനത്തിൻ്റെ മനോഹരമായ സത്യങ്ങൾ ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നു. ഈ സത്യങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സൂക്ഷിക്കാം. ഈ സത്യങ്ങളെ പറയേണ്ടടുത്ത് വിശ്വസ്തയോടുകൂടി പറഞ്ഞ് നമുക്ക് ആ ജീവിതത്തിന് അനുസൃതമായ സാക്ഷ്യം നിർവഹിച്ച് ജീവിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ നാം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാനായിട്ട് സാധിക്കും. പൗലോസിൻ്റെ ജീവിതം എത്രയോ മനോഹരമായ മാതൃകയായിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ജീവിതമായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ചയോടുകൂടി വരുന്ന ആളിൽ ജീവിച്ച് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ഈ ആലോചനകൾ അതിന് വലിയവനായ ദൈവം മുഖാന്തരമാക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയങ്ങളിൽ 1141 പാട്ടുണ്ട്. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ദൈവ വിളി നാം ഇന്ന് കേട്ടു. അതിനോട് പ്രതികരിക്കുവാൻ, അനുസരണം കാണിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവു സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വായിന്നവങ്കൽ നീ. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വായിന്നവങ്കൽ നീ. എത്ര നാൾ
നാൾ വൃഥാവായി ഓടി മനുഷ്യ നിൻ ജീവിതം ലോകത്തിൻ്റെ ഇമ്പം തേടി പാഴിലാക്കി വിധം എത്ര നാൾ വൃഥാവായി ഓടി മനുഷ്യ നിൻ ജീവിതം ലോകത്തിൻ്റെ ഇമ്പം തേടി പാഴിലാക്കി വിധം ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു ഭയം വേണ്ട ശങ്കിക്കേണ്ട വായിന്നവങ്കൽ നീ ഭയം വേണ്ട ശങ്കിക്കേണ്ട വായിന്നവങ്കൽ നീ കൈക്കൊള്ളാതെ തള്ളുമെന്ന് ഒട്ടും വേണ്ട സംശയം രക്ഷിതാവു നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും കൈക്കൊള്ളാതെ തള്ളുമെന്ന് ഒട്ടും വേണ്ട സംശയം രക്ഷിതാവു നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു ഭയം വേണ്ട ശങ്കിക്കേണ്ട വായിന്നവങ്കൽ നീ ഭയം വേണ്ട ശങ്കിക്കേണ്ട വായിന്നവങ്കൽ നീ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ശക്തമായ ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ നൽകിയ ഈ വിലയേറിയ സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പൗലോസിനെ രൂപാന്തരപ്പെടുത്തിയ ഈ സന്ദേശം ഇന്നും നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ മതിയായ സന്ദേശമാണ്. ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം സുവിശേഷം മാത്രമാണ്. നാം കേട്ടതുപോലെ ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ജാതി മത ഭേദമന്യേ നമ്മളെല്ലാവരും പാപികളാണ്. എന്നാൽ നമുക്കൊരു രക്ഷാമാർഗം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇതല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഇല്ല. മറ്റൊരു രക്ഷാമാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഈ സന്ദേശത്തിന്, ഈ അധ്വാനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ദൈവവചനത്തിൻ്റെ വാക്കുകൾ കൂടെ ചേർത്താണ് ഞാൻ പറയുവാനിടയായിത്തീർന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഒരേ ഒരു രക്ഷാമാർഗം അത് സുവിശേഷമാണ്. അതിൻ്റെ പിന്നിൽ മറ്റ് യാതൊരു മാനുഷിക ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളുമില്ല. സകല മനുഷ്യരെയും രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ രക്ഷാമാർഗം വിശ്വാസത്താൽ കൈക്കൊള്ളുവാനിടയായിത്തീർന്നാൽ ഏത് പാപിക്കും, ഏത് മനുഷ്യനും കൃപയാൽ രൂപാന്തരത്തിലേക്ക് ദൈവമകനായി തീരുവാൻ അവന് കഴിയും. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ പ്രാപിക്കാം. അതുമാത്രമല്ല, പാപത്തിൻ്റെ ശക്തിയുടെ അതിന്മേലുള്ള ജയവും സുവിശേഷം നൽകുന്ന ഉറപ്പാണ്.
അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും പാപം കൂടാതെ ജയാളികളായി ജീവിപ്പാനുള്ള എല്ലാ കൃപയും ഈ സന്ദേശം നൽകുന്നതാണ്. അതുകൊണ്ട് ഈ രക്ഷകന്റെ അടുക്കൽ വന്നാൽ അവൻ ഒരിക്കലും തള്ളിക്കളയുന്നവനല്ല. നാം പാടിയ പാട്ടിൽ ഓർത്തതുപോലെ കൈക്കൊള്ളാതെ തള്ളുമെന്ന് യാതൊരു സംശയവും വേണ്ട. അവൻ സ്വീകരിക്കാൻ ശക്തനാണ്, ഒരുക്കമുള്ളവനാണ്. ആകയാൽ അവൻ്റെ അടുക്കൽ വന്ന് ഈ രക്ഷ പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാ പ്രിയപ്പെട്ടവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയം നിറഞ്ഞ സ്നേഹം, നന്ദി അറിയിക്കുന്നു. ദേശനിവാസികളായി പല പ്രിയപ്പെട്ടവരും കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ താമസമാക്കിയ മുതൽ ഞങ്ങളോട് വളരെ ഹൃദ്യമായി സ്നേഹത്തോടെ പെരുമാറിയ അയൽക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾക്കുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രിയ സുരേഷനും പെങ്ങൾക്കും അങ്ങനെ തൊട്ട് അയൽവാസികളായ പ്രിയപ്പെട്ടവർക്കും ഒക്കെ ഇന്ന് ഈ ലോകത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ രാജന്റെ കുടുംബത്തിനും പ്രത്യേകമുള്ള നന്ദി അറിയിക്കുന്നു. പല ബന്ധപ്പാടുകളുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഇവിടെ ഒരു മീറ്റിംഗ് നടത്താനുള്ള അനുവാദം നൽകി. മാത്രമല്ല പ്രിയപ്പെട്ടവരും കടന്നു വരുവാനും ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും നന്ദിയും ഹൃദയത്തിൽ നിന്നും ഞാൻ അറിയിക്കുന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്നും രാമംഗലത്തു നിന്നൊക്കെ കടന്നു വന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികളായ സ്നേഹിതരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം അറിഞ്ഞ ദൈവദാസനും നന്ദി അറിയിക്കുന്നു. ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും ഭവന സന്ദർശനമുണ്ട്. അവിടെ മുടങ്ങാതെ കടന്നു വരുന്ന ഒരു ദൈവദാസനാണ് പ്രിയ ചാക്കോ മാത്യു സഹോദരൻ. പ്രിയ ദൈവദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. പ്രിയ തോമസ് സഹോദരൻ ഭക്ഷണത്തിന് വേണ്ടി ശേഷം സ്തോത്രം ചെയ്യുന്നതുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നിസ്തുല്യനായ അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ ഈ സന്ധ്യായാമത്തിൽ ഈ ഭവനാങ്കണത്തിൽ ഇങ്ങനെയൊരു സുവിശേഷ യോഗം ക്രമീകരിക്കുവാൻ ചുറ്റുപാടുകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായ എല്ലാ വിശിഷ്ടാതിഥികൾക്കും കടന്നു വന്ന് ഈ യോഗത്തിൽ പങ്കുകൊള്ളുവാൻ കൊടുത്ത സന്തോഷത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനായിട്ട് സ്തോത്രം. ആ ക്രിസ്തുവിൻ്റെ മഹത്വമാർന്ന മഹാനിയോഗത്തിന് എളിയ നിലയിൽ സാക്ഷ്യം വഹിക്കുവാൻ ഈ ദേശത്തോടുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം എളിയ നിലയിൽ നിർവഹിക്കുവാൻ കർത്താവ് രാമമംഗലം സഭയ്ക്ക് കൊടുത്ത ആത്മഭാരത്തിനായിട്ട് സ്തോത്രം. കടയിരുപ്പ് ദേശത്തെക്കുറിച്ചുള്ള ആത്മഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവദാസൻ ഗെയ്സനും കുടുംബവും ഈ ദേശത്ത് വന്ന് പാർക്കുവാൻ, ഈ ദേശത്ത് പാർത്ത് കർത്താവിൻ്റെ സുവിശേഷം ഭവനങ്ങളിൽ കടന്നുപോയി അറിയിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ അവിടുന്ന് സഹായിച്ച ദൈവകൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഈ നിലയിൽ പരസ്യമായി ചുറ്റുപാടുകളിൽ ഉള്ള പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിലും ദൈവജനത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിലും ഇങ്ങനെയൊരു സുവിശേഷ സന്ദേശം അറിയിക്കുവാൻ അവിടുന്ന് ഏറ്റവും അനുകൂലമായ സാഹചര്യത്തെ ഒരുക്കിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞതായിരിക്കുന്ന സാക്ഷ്യവാക്കുകളെ അടിസ്ഥാനപ്പെടുത്തി ഈ യോഗത്തിൽ പങ്കുവച്ചതായിരിക്കുന്ന സുവിശേഷ സന്ദേശത്തിനായിട്ട് സ്തോത്രം. മുൻപേ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായ അപ്പസ്തോലനായ പൗലോസിന് ദൈവകൃപയുടെയും ദീർഘക്ഷമയുടെയും ദൈവകരുണ ലഭിപ്പാൻ ഇടയാക്കി ആ ദൈവകരുണ തന്നെ രക്ഷയിലേക്ക്
ഉയർത്തുവാൻ ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങനെ ദൂഷകനായിരുന്ന, നിഷ്ഠൂരനായിരുന്ന, ഉപദ്രവിയായിരുന്ന ഒരു വ്യക്തിയെ കർത്താവിന് രക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ ഏതൊരു പാപിക്കും ഈ സുവിശേഷം പാപമോചനത്തിൻ്റെ, നിത്യജീവൻ്റെ അനുഗ്രഹം നൽകുന്ന സന്ദേശമായിരിക്കാൻ കേൾപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവവചനത്തോട് അനുസരണം കാണിക്കുവാൻ കേൾവിക്കാർക്കെല്ലാവർക്കും അവിടുന്ന് കൃപ നൽകണം, സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്ക് ഒരു വ്യക്തിയെയും രക്ഷിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവമൊരുക്കിയ അത്യുന്നതമായിരിക്കുന്ന ഈ മാർഗത്തിന് സ്വർഗം കൊടുത്തതായിരിക്കുന്ന വില അവിടുത്തെ പുത്രൻ്റെ വിലയേറിയ രക്തമാണ്. ആ രക്തത്താൽ സ്വർഗമൊരുക്കിയ ഈ രക്ഷയെ അഗണ്യമാക്കാതെ രക്ഷയ്ക്കുള്ളതായിരിക്കുന്ന സന്ദേശത്തോട് അനുസരണം കാണിക്കുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവിടുന്ന് കൃപ നൽകണം. ദൈവമക്കളായിരിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ടവർ ഈ സന്ദേശത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അടിയന്തരമായിരിക്കുന്ന അടിസ്ഥാനത്തിൽ ഈ സന്ദേശം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ കർത്താവ് സാവകാശം നൽകണം. വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല എന്നുള്ളത് വിഷയത്തിൽ കർത്താവിൻ്റെ വീണ്ടും വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം ക്രിയാത്മകമായിട്ട് നിർവഹിക്കുവാൻ അവിടുത്തെ ജനത്തെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം ഈ നിലയിൽ നൽകിയ പ്രിയപ്പെട്ട ഭവനത്തെ ഞങ്ങൾ ഓർക്കുന്നു. ചുറ്റുപാടുകളിൽ നിന്ന് കടന്നു വന്ന എല്ലാ സ്നേഹിതരെയും അയൽവാസികളെയും ഞങ്ങൾ ഓർക്കുന്നു. കേൾപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവവചനം അവർക്കെല്ലാവർക്കും നന്മയ്ക്ക് കാരണമാക്കണം. കടന്നു പോകുന്നതായിരിക്കുന്ന ജീവിത പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, പ്രതിസന്ധികളിൽ നിന്നൊക്കെ കർത്താവ് വിടുതൽ നൽകുവാൻ, ആശ്വാസം നൽകുവാൻ മതിയായവനാണല്ലോ. അവിടുന്ന് സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയ ഈ രക്ഷയ്ക്കായി സ്തോത്രം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ഭാരങ്ങളെ ഒഴിഞ്ഞിരിപ്പാൻ, പാപഭാരത്തിൽ നിന്ന് നിത്യമായിരിക്കുന്ന വിമോചനം പ്രാപിച്ച് സ്വർഗീയ സന്തോഷത്തിലേക്ക് പ്രവേശിച്ച് അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന് സാക്ഷ്യം വഹിപ്പാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവദാസന് ധാരാളം ദൈവവചനം അവിടുന്ന് നൽകിയതുകൊണ്ട് സ്തോത്രം. ശാരീരികമായിരിക്കുന്ന പരിമിതികളിൽ, ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാൽ, ആത്മശക്തിയാൽ പ്രിയദാസനെ അവിടുന്ന് നിറച്ച് ശുശ്രൂഷ തികയ്ക്കുവാൻ അവിടുന്ന് ബലപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. ഒഴിഞ്ഞവരായി വന്ന് നിറഞ്ഞവരായി പോകുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ സന്ദേശത്തിനായിട്ട്, ഈ ആത്മീയ യോഗത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ദൈവദാസൻ ഗെയ്സനെയും കുടുംബത്തെയും അവിടുത്തെ തൃക്കരങ്ങളിൽ തരുന്നു. ഈ ദേശത്ത് പാർത്ത് അനേകരോട് ഈ സന്ദേശം അറിയിക്കുന്നത് മുഖാന്തരം ഒരു ശേഷിപ്പ് ഈ ദേശത്തു നിന്ന് വീണ്ടെടുക്കപ്പെട്ട് തിരഹിതം പോലെ ഒരു ദൈവസഭാ സാക്ഷ്യത്തിന് രൂപം കൊടുക്കുവാൻ തിരഹിതം പോലെ അവിടുന്ന് ആ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ സഹായിക്കണം, ബലപ്പെടുത്തണം. കടന്നു വന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ തരുന്നു. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി കടന്നു പോകുവാൻ ഇടയാക്കിക്കൊള്ളണം. അനുകൂലമായ കാലാവസ്ഥയെ നൽകി എല്ലാ ഉപകരണങ്ങളും ഒരുപോലെ ഭംഗിയായി പ്രവർത്തന സജ്ജമാക്കുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. അനുഗ്രഹീതമായ പാട്ടുകൾ പാടി ഞങ്ങളെ ആത്മീയമായിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഞങ്ങൾക്കിരിക്കുവാൻ, പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ പാടുവാൻ കർത്താവ് അവരെ ബലപ്പെടുത്തി അവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണം, സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നൽകിയ എല്ലാ നന്മകളെയും ഒരിക്കൽ കൂടി ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വിനയത്തോടും താഴ്മയോടും കൂടി തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ കേൾപ്പിക്കപ്പെട്ട സുവിശേഷ സന്ദേശത്തോടുകൂടെ, വിശേഷാൽ ഈ വാത്സല്യ ഭവനത്തോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാം. പ്രിയ പിതാവേ, ഇന്നലെ സമയത്തിനായിട്ട് തിരുനാമത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിലിരുന്ന് അവിടുത്തെ മഹത്വമാർന്ന സുവിശേഷത്തിൻ്റെ മഹത്വം കേൾക്കുവാൻ തക്കോണം അവിടുന്ന് ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടതായ സന്ദേശം ഞങ്ങളെ വളരെ വ്യക്തമായിട്ട് കേൾപ്പിച്ചതോർത്ത് തിരുനാമത്തിന് സ്തോത്രം. ഭൗതിക ശരീരത്തിൻ്റെ പോഷണത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾക്കായിട്ട് തിരുനാമത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ പിന്നിൽ കർത്താവെ വ്യാപരിച്ച ദൈവസ്നേഹത്തെ, അധ്വാനത്തെ അവിടുന്ന് ആദരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഭക്ഷിച്ച് തൃപ്തരായി അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ യേശു ക്രിസ്തു മൂലം സഹായിക്കുമാറാകണമേ. ആമേൻ.